ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് എണ്ണപ്പനത്തോട്ടത്തിലേക്കാണ്. കടയ്ക്കൽ ഐരക്കുഴി അഞ്ചൽ റൂട്ടിലാണ് ഈ എണ്ണപ്പനത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. എണ്ണപ്പനത്തോട്ടത്തിന് നടുവിൽ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളടങ്ങിയ മനോഹര കാഴ്ചകളാണ് ഉള്ളത്. നമ്മുടെ വീട്ടിൽ നിന്നും വളരെ അടുത്താണ് ഈ എണ്ണപ്പനത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 മണി ആ ഒരു ടൈമിലാണ് ഇവിടേക്ക് പോയിരുന്നത്. അത്യാവശ്യം വെയിലൊക്കെ താഴ്ന്നു വരുന്നുണ്ടായിരുന്നു. കുറച്ച് എണ്ണപ്പനകളൊക്കെ മുറിച്ച് തൈ നട്ടിട്ടുള്ളതിനാൽ നമുക്ക് തൈയും മരങ്ങളും ഒക്കെ കാണുവാൻ പറ്റി. ഈ എണ്ണപ്പനത്തോട്ടത്തിനിടയിലൂടെ ഒരുപാട് മയിലുകൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബൈക്കിൽ നിന്നും ഇറങ്ങാതെ ഈ എണ്ണപ്പനത്തോട്ടത്തിനുള്ളിലെ വഴിയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരുന്നത് കന്യാർക്കയം വെള്ളച്ചാട്ടത്തിലേക്കാണ്. കന്യാർക്കയം വെള്ളച്ചാട്ടത്തിലെ വഴി കണ്ടുപിടിക്കാനാണ് മെയിനായിട്ടും നമ്മൾ ഇന്ന് യാത്ര തിരിച്ചത്. ഉള്ളിലേക്ക് പോകുന്തോറും ഇടുങ്ങിയ വഴികളാണ് ഉണ്ടായിരുന്നത്. ചോദിക്കാനൊന്നും ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുവിധം വർക്കേഴ്സൊക്കെ പോകുന്ന സമയമായിട്ടുണ്ടായിരുന്നു. ഒരു ഓഫ് റോഡ് ട്രിപ്പ് എന്നൊക്കെ പറയാം. കാരണം അതുപോലെ ഒരു സ്കൂട്ടർ മാത്രം പോകത്തക്ക വഴികളായിരുന്നു എണ്ണപ്പനയ്ക്കുള്ളിലൂടെ ഉണ്ടായിരുന്നത്. ഞാനും അല്ലോസും ആദ്യമായിട്ടാണ് ഈ എണ്ണപ്പനത്തോട്ടം കാണുന്നത്. ഒരുപാട് തവണ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റിയിരുന്നില്ല. ഉള്ളിലേക്ക് പോകുന്തോറും കൂടി നിൽക്കുന്ന എണ്ണപ്പനകൾ കാരണം നല്ല ഇരുട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ആൾതാമസമൊന്നും ഇല്ലാത്തതിനാൽ വണ്ടിക്ക് എന്തെങ്കിലും കേടുപറ്റി കഴിഞ്ഞാൽ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത് കണ്ടില്ലേ, മരങ്ങളൊക്കെ മാറി ചെറിയ ചെറിയ തൈകളാണിത്. ഇതെല്ലാം വലിയ മരങ്ങളായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് തൈകൾ നട്ടത് വളർന്നു വന്നിരിക്കുകയാണ്. കന്യാർക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്നത്. അങ്ങോട്ടേക്ക് കുറേ ആൾക്കാർ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ധൈര്യത്തിൽ നമ്മൾ പോകുന്നത്. ആദ്യം അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം മഴ പെയ്താൽ പെട്ടുപോകുമല്ലോ. ഓഫ് റോഡ് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മനോഹരമായ ഒരു പ്ലേസാണ് ഈ എണ്ണപ്പനയും എണ്ണപ്പനയ്ക്കുള്ളിൽ ആരും അറിയാതെ സ്ഥിതി ചെയ്യുന്ന കന്യാർക്കയം വെള്ളച്ചാട്ടവും. കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു പാലങ്ങളൊക്കെ ഉണ്ട്. ഈ പാലങ്ങളൊക്കെ കയറി ഇറങ്ങി വേണം നമുക്ക് കന്യാർക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. എണ്ണപ്പനയുടെ കായ്കളാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പറിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. കുറച്ച് കായൊക്കെ ഞാൻ കയ്യിലെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നുമാണ് നമുക്ക് എണ്ണ കിട്ടുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കന്യാർക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ആ ഒരു വ്യൂ കാണാൻ പറ്റും. കാരണം പാറകളും അതിനിടയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളങ്ങളും അതുപോലെ ചുറ്റും കാടാണ് കേട്ടോ. 4 വശവും മരങ്ങളും. ഇതിനിടയിൽ കൂടെ കുഞ്ഞു വഴിയിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
നല്ല മനോഹരമായ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്ന ഒരുപാട് മരങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. നമ്മൾ കണ്ടിട്ടില്ലാത്ത നല്ല വെറൈറ്റി കളറുള്ള പൂക്കളൊക്കെ. ഈ എണ്ണപ്പനയ്ക്കുള്ളിൽ കൂടെ മാത്രമേ നമുക്ക് കന്യാർക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കന്യാർക്കയം വെള്ളച്ചാട്ടത്തിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു വരികയാണ്. കന്യാർക്കയം വെള്ളച്ചാട്ടത്തിലെ വീഡിയോയും വിശേഷങ്ങളും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എണ്ണപ്പന ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ, എന്ത് മനോഹരമാണല്ലേ കാണാൻ. എണ്ണപ്പന തോട്ടത്തിലെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.